ലിസ്റ്റിൻ ഇന്ന് ഈ ഇൻഡസ്ട്രി വെട്ടിപ്പിടിക്കാൻ കാണിക്കുന്ന പല പ്രവൃത്തികളും ശരിയായ രീതിയിലല്ല. അതൊക്കെ കണ്ടുപിടിക്കേണ്ടത് പോലീസും ഇഡിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിനകത്തേക്ക് ഞാൻ ഇടപെടുന്നില്ല. അതൊക്കെ ഇഡിയും അങ്ങനെയുള്ള ഗവൺമെന്റ് സംവിധാനങ്ങളുണ്ട് അതിന്. അത് അവർ കണ്ടുപിടിക്കട്ടെ, അത് അവർ അന്വേഷിക്കട്ടെ, എന്താണ് ഈ പൈസയുടെ സോഴ്സ് എന്താണെന്നും എന്താണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ. അതിനകത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ പ്രതികരിച്ചത്, ഞാൻ ലിസ്റ്റിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു സോഷ്യൽ മീഡിയയിൽ. എന്തുകൊണ്ട് വട്ടിപ്പലിശക്കാരുടെ ഏജന്റായി ലിസ്റ്റിൻ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇടാനുള്ള കാരണം എന്ത്? കാരണം ഇവിടെയുള്ള പല നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്നും അവർ ഇൻഡിവിജ്വലായി ചെയ്തിരുന്ന സിനിമകൾ, അതായത് ഇത് പൊതുസമൂഹത്തിന് അറിയാത്ത കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പല നിർമ്മാതാക്കളും ഇവിടെ ഒരു സിനിമ എടുത്തിട്ട് അത് വിൽക്കാൻ പറ്റാതെ പൊതിയാ തേങ്ങ പോലെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടക്കമുള്ള പ്രൊഡ്യൂസേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. അതായത് സാറ്റലൈറ്റ് പോകുന്നില്ല, ഡിജിറ്റൽ പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. അപ്പം എടുത്ത പടം അങ്ങനെ തന്നെ ഇരിക്കുക. നമ്മുടെ കയ്യിൽ നിന്നുള്ള ഫുൾ പൈസയും പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സാറ്റലൈറ്റ് ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു ചാനൽ വരുന്നു, ഈ സിനിമകൾ എടുക്കാമെന്ന് കമ്മിറ്റ് ചെയ്യുന്നു. പല നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്നായിട്ട് ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സ് അവർ സിനിമകൾ എടുക്കാൻ കമ്മിറ്റ് ചെയ്യുന്നു, എഗ്രിമെന്റ് ആവുന്നു, എല്ലാം ആവുന്നു. ലാസ്റ്റ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയം വന്നപ്പോഴേക്കും അവർ പറയാണ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഫണ്ട് തീർന്നു പോയി. അപ്പൊ എന്താണ് കാരണം? എന്താണ് ഫണ്ട് തീർന്നു പോയേ? പെട്ടെന്ന് ഒരു ചാനൽ മുന്നോട്ട് വന്നതിൽ നിന്ന് പിന്നോട്ട് മാറിയതിന്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ? അത് അന്വേഷിച്ച് പോയപ്പോഴാണ് അറിയുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ പടവും അദ്ദേഹത്തിന്റെ പോകാതെ കിടക്കുന്ന പടങ്ങളും അദ്ദേഹം ഫണ്ട് ചെയ്തിരിക്കുന്ന, അതായത് പലിശ കൊടുത്ത് പുള്ളിയുടേതായി മാറിയ പല സിനിമകളും ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ ചേർത്ത് പുള്ളി കൊണ്ടുപോയി വിറ്റു. അപ്പൊ എന്ത് പറ്റി? ഈ ഇൻഡിവിജ്വൽ ആയിട്ട് വിൽക്കാൻ പടം കൊടുക്കാനായിട്ടിരുന്ന എല്ലാ നിർമ്മാതാക്കളും ശശി ലിസ്റ്റിൻ പടം കൊടുത്തോട്ടെ, പടം കൊടുക്കുന്ന അയാൾ ഒരു നിർമ്മാതാവാണ്, അതിനകത്ത് നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പുള്ളിയുടെ 2-3 പടം കൊടുത്തോട്ടെ, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ നശിപ്പിക്കുന്ന രീതിയിൽ, മറ്റ് നിർമ്മാതാക്കളെ കൊലവിളിക്കുന്ന രീതിയിൽ എന്തിനാണ് അസോസിയേഷന്റെ തന്നെ ഒരു അധികാര സ്ഥാനത്തിരുന്നുകൊണ്ട് ചെയ്യുന്നത്?